കേരളത്തിന് കേന്ദ്രത്തിൽ നിന്നും മറ്റൊരു തിരിച്ചടി കൂടി. കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ നടപ്പാക്കുന്നതിന് കേന്ദ്രത്തിൽ നിന്നുള്ള വിഹിതം കുറഞ്ഞതോടെ കേരളത്തിന് വൻതോതിൽ അധിക ബാധ്യത. ഈ വർഷം മാത്രം കേന്ദ്ര പദ്ധതികൾക്കായി അധികമായി കണ്ടെത്തേണ്ടത് 4857 കോടി രൂപയാണെന്ന് ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള സമിതി റിപ്പോർട്ട് നൽകി. കേരളം ഇപ്പോൾ നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിയുടെ കാരണങ്ങളിലൊന്ന് ഇതാണെന്നും സർക്കാർ വിലയിരുത്തി. മുൻപ് കേന്ദ്രം 80 മുതൽ 85% വിഹിതം നൽകുമായിരുന്നു. സംസ്ഥാനം ചെലവഴിയേണ്ടിയിരുന്നത് 15 മുതൽ 20%. 2015 മുതൽ ഇതിൽ മാറ്റം വരുത്തി തുടങ്ങി. ഭൂരിഭാഗം പദ്ധതികളിലും കേന്ദ്ര വിഹിതം 60%. സംസ്ഥാനം 40% കണ്ടെത്തേണ്ട സ്ഥിതിയാണ്. കേരളം സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സാഹചര്യത്തിലാണ് കേന്ദ്രത്തിന്റെ നയമാറ്റം കാരണമുണ്ടായ അധിക ബാധ്യത കണ്ടെത്താൻ സമിതി രൂപവൽക്കരിച്ചത്. കഴിഞ്ഞയാഴ്ച യോഗം ചേർന്ന കണക്കുകൾ വിലയിരുത്തി കിട്ടേണ്ട തുക വേഗം നേടിയെടുക്കാനുള്ള ശ്രമങ്ങൾ നടത്താൻ വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകി. കേന്ദ്രവിഹിതം കുറഞ്ഞതുകൊണ്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പിനാണ് കൂടുതൽ അധിക ബാധ്യതയുണ്ടായത്. 1713 കോടി. പണമില്ലാത്തതിനാൽ 5 വകുപ്പുകളായി 280 കോടിയുടെ പദ്ധതികൾ മുടങ്ങി. 24 വകുപ്പുകളായി 10,689 കോടിയുടെ പദ്ധതികളാണ് കേന്ദ്രം കേരളത്തിന് അനുവദിച്ചത്. വിവിധ പദ്ധതികളിലായി 644 കോടി കേന്ദ്രത്തിൽ നിന്നും ഇനിയും കിട്ടാനുണ്ടെന്ന് വകുപ്പുകൾ അറിയിച്ചു. അത് ഇങ്ങനെയാണ്: വിദ്യാഭ്യാസം 1713 കോടി, വനിതാ ശിശു വികസനം 1173 കോടി, തദ്ദേശഭരണം 1105 കോടി, കൃഷി 624 കോടി, മത്സ്യബന്ധനം 57 കോടി.